ഹലോ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഭാഷയിൽ സ്വാഭാവികമായും തെറ്റ് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. എന്താണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്? വെരി സിമ്പിളാണ്. എന്താണോ സബ്ജക്റ്റ് അതുമായി ബന്ധപ്പെട്ടതായിരിക്കണം അതിൻ്റെ വേർബ് എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് ഷുഡ് ബി സിംഗുലർ, പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറലായി നമ്മൾ ഉപയോഗിക്കണം. അതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. നമ്മുടെ ഇംഗ്ലീഷിൽ വരാൻ സാധ്യതയുള്ള ഏകദേശം തെറ്റുകളും ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ മിസ്മാച്ച് കൊണ്ടാണ് വരാറുള്ളത്. എനിവേ, നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് ഉദാഹരണം കാണാം. രാജു ഈസ് കമ്മിങ്. രാജു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ രാജു എന്നുള്ളത് ഒരു സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ആണ് ഉപയോഗിച്ചത്. അടുത്ത സെൻറ്റൻസ് നിങ്ങൾക്കൊക്കെ കാണാം. രാജു ആൻഡ് മോഹൻ ആർ കമ്മിങ്. അവർ രണ്ടു പേരുള്ളത് കൊണ്ട് നമ്മൾ പ്ലൂറൽ ഫോമാണ് ഉപയോഗിച്ചത്. ഇതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം നമ്മൾ അതിൻ്റെ വേർബ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. നമുക്കറിയുന്നത് പോലെ തന്നെ ചില ഇംഗ്ലീഷ് വേർഡുകൾ എസ്സിൽ അവസാനിക്കുന്നു. ഉദാഹരണം പൊളിറ്റിക്സ്, ന്യൂസ്, ജിംനാസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് തുടങ്ങിയ വാക്കുകളെല്ലാം സത്യത്തിൽ പ്ലൂറൽ അല്ല, പക്ഷേ അത് സിംഗുലർ ആണ്. നമുക്ക് ഉദാഹരണം നോക്കാം. The news are on the TV at 6 o'clock. ഈ സെൻറ്റൻസ് നമ്മൾ ന്യൂസ് എന്നുള്ള ആ എസ് കണ്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. നമ്മൾ മനസ്സിലാക്കിയത് എസ് വരുന്ന ചില വാക്കുകളെല്ലാം പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലൂറൽ വേർബും കൂടെ ആഡ് ചെയ്യും. എന്നാൽ സത്യത്തിൽ ഇത് തെറ്റായ പ്രയോഗമാണ്. ഇതിൻ്റെ കറക്റ്റായ പ്രയോഗം The news is on TV at 6 o'clock എന്നാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ verb should agree with the subject of the sentence and not with the nouns, infinities and clauses that come between the subject and the verb. അതായത് വേർബ് ഫോളോ ചെയ്യേണ്ടത് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെയാണ് എപ്പോഴും വേർബ് ഫോളോ ചെയ്യേണ്ടത്, എഗ്രി ചെയ്യേണ്ടത്. അതിൻ്റെ നോൺ ഫ്രേസുകളോ ക്ലൗസുകളോ അല്ല അവ ഫോളോ ചെയ്യേണ്ടത്. നമുക്ക് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. The drivers who caused the accident is in jail. ഇത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്കിതിൽ തെറ്റ് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ സംഭവിക്കുന്നത് the drivers എന്നുള്ളത് ഒരു പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് the accident എന്നുള്ള വേർഡിനെ ബേസ് ചെയ്താണ്. അപകടം എന്നുള്ള വാക്കിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈസ് ഉപയോഗിച്ചത്. സത്യത്തിൽ നമ്മൾ ഒരിക്കലും ഇതുപോലെയുള്ള വാക്കുകളെയല്ല ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ സബ്ജക്റ്റ് ആരാണ്, ആ സബ്ജക്റ്റിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഡ്രൈവേഴ്സ് എന്നുള്ളവരാണ്. അതായത് വാഹനം ഓടിക്കുന്നവരാണ്. ഹു കോസ്, അവരാണ് എന്ത് ചെയ്ത് ആക്സിഡൻറ്റിന് കാരണമായ ഡ്രൈവേഴ്സിനെ ജയിലിലാക്കി എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും ആക്സിഡൻറ്റിന് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. എപ്പോഴും സബ്ജക്റ്റിനെയായിരിക്കും വേർബ് എഗ്രി ചെയ്യേണ്ടത്, അതായിരിക്കും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് ഈ പ്രയോഗം തെറ്റാണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? ആർ ഇൻ ജയിൽ, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു രസകരമായ പ്രയോഗമാണ് ഇംഗ്ലീഷിൻ്റെ ചില എക്സ്പ്രഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദ ഇംപേഴ്സണൽ എക്സ്പ്രഷൻ വിത്ത് the noun that follows the verb is in the subject and the verb agree with that noun. ഇംഗ്ലീഷിൽ ചില ഇംപേഴ്സണൽ എക്സ്പ്രഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു വിശദമായ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. ചില വൊക്കേഷണൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇംഗ്ലീഷിൽ ചിലപ്പോൾ അവിടെ എന്ന് ഉപയോഗിക്കാറുണ്ട്. അത് ഇംഗ്ലീഷിൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ അതുപോലെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ വാക്കിന് ശേഷം വരുന്ന നൗണാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും അതിൻ്റെ വേർബ് അഗ്രി ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ കൺഫ്യൂഷനായി എന്ന് എനിക്കറിയാം. ഓക്കെ, ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
നിങ്ങൾക്ക് ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും, there is a snake under the tree. ഒരു മരത്തിന്റെ താഴെ ഒരു പാമ്പുണ്ട്. ഇവിടെ നമ്മൾ the എന്നതിനെ ബേസ് ചെയ്തല്ല ഇവിടെ ഈസ് ആഡ് ചെയ്തത്. ഇവിടെ നമ്മൾ ഈസ് ആഡ് ചെയ്തത് സ്നേക്കിനെ ബേസ് ചെയ്താണ്. അതായത് the എന്നതിന് ശേഷം വരുന്ന noun ആണ് അതിൻ്റെ സബ്ജക്റ്റായിട്ട് നമ്മൾ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും നമ്മളിവിടെ ഇതിൻ്റെ വേർബ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ഉദാഹരണം കൂടെ പറയാം. There are some snakes under the tree. അവിടെ കുറച്ച് പാമ്പുകളുണ്ട് ആ മരത്തിൻ്റെ താഴെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, നമ്മൾ ഇപ്പോൾ ശേഷം വരുന്ന നൗണിനെ ബേസ് ചെയ്തായിരിക്കും the എന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മളെപ്പോഴും ശേഷം വരുന്ന നൗണിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളവിടെ വേർബിനെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ കമൻ്റ് അനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. There is several problems. അവിടെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ വരാറുള്ള തെറ്റാണ്. സത്യത്തിൽ സെവറൽ എന്നുള്ളത് പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. There are several problems. ഓക്കെ, ഇനി സ്വാഭാവികമായും വരുന്ന മറ്റൊരു തെറ്റ് നമുക്ക് നോക്കാം. കളക്റ്റീവ് നൗൺസ് ഇൻക്ലൂഡ് ടീം, കമ്മിറ്റി, ഫാമിലി, ക്ലാസ്, പാക്ക്, ഹേർഡ് എക്സെട്ര ടേക്ക് സിംഗുലർ വേർബ്. നമുക്ക് പരിചയമുള്ള ടീം, കമ്മിറ്റി, ഫാമിലി, ക്ലാസ്, പാക്ക്, ഹേർഡ് തുടങ്ങിയ, ഹേർഡ് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത്രയും വാക്കുകളെല്ലാം സിംഗുലർ വേർബാണ് എടുക്കുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇവ ഒരിക്കലും നമ്മൾ തെറ്റായി ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഒരു ഉദാഹരണം പറയാം. അവർ ടീം ആർ വിന്നിങ്. നമ്മുടെ ടീമാണ് ഇപ്പോൾ വിജയിക്കുന്നത്. ഈ പ്രയോഗം തെറ്റാണ്. അതിൻ്റെ കറക്റ്റായ പ്രയോഗം അവർ ടീം ഈസ് വിന്നിങ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പരിചയമുള്ള മറ്റൊരു വേർഡാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു പ്ലൂറൽ ആയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ദ പോലീസ് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ്. പോലീസ് കേസ് അന്വേഷിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റാണ്. അവിടെ നമ്മൾ ആറാണ് ഉപയോഗിക്കേണ്ടത്. ദ പോലീസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. ഓക്കെ, ഇനി മറ്റൊരു തെറ്റ് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ വിഷയം പ്രതിപാദിച്ചതാണ്, എന്നാലും ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒരു തവണ കൂടെ നമുക്ക് പറയാം. സംബഡി, എനിബഡി, നോബഡി, സംവൺ, നോ വൺ, എയ്തർ, നെയ്തർ, എവരിവൺ, എവരിബഡി, എനിബഡി, ഈച്ച് ആൻഡ് ഈച്ച് വൺ ആർ സിംഗുലർ. ഈ പറയുന്ന നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ വാക്കുകളെല്ലാം സിംഗുലറാണ്. അതിനെപ്പോഴും സിംഗുലർ വേർബ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉദാഹരണം നോക്കാം. എവരിവൺ ആർ ഹിയർ. എല്ലാവരും ഇവിടെയുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് തെറ്റ് വരാറുള്ളത് എവരിവൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറയുമ്പോൾ അവിടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മൾ ഇമാജിൻ ചെയ്യും, നമ്മൾ സങ്കല്പിക്കും അവിടെ ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ അവിടെ പ്ലൂറൽ ഫോം ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കും. സത്യത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, തെറ്റാണ്. അതിൻ്റെ കറക്റ്റായ ഉപയോഗം എവരിവൺ ഈസ് ഹിയർ. ഓക്കെ, അതേപോലെ തന്നെ ഗ്രാമാറ്റിക് സ്കോളേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് ചർച്ച ചെയ്ത ഒരു സബ്ജക്റ്റാണ് നൺ എന്ന് പറയുന്ന ഈ വേർഡ്. അധികമുള്ള സ്കോളേഴ്സും പറയുന്നത് നൺ എന്നുള്ളത് സിംഗുലർ ആണെന്നാണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് മീൻസ് നോട്ട് വൺ എന്നാണ് അതിൻ്റെ മീനിങ്. അതുകൊണ്ട് തന്നെ നൺ എന്നുള്ളത് സിംഗുലർ ആണെന്നാണ് ഏകദേശമുള്ള പണ്ഡിതന്മാരും ഗ്രാമാറ്റിക്കൽ സ്കോളേഴ്സും പറയുന്നത്. None of the girls are here. ആണ് ഉപയോഗിക്കാൻ പാടില്ല. None of the girls is here. Okay. The word money is an uncountable noun, so it takes a singular verb. നമ്മൾ ഉപയോഗിക്കാറുള്ള മണി എന്നുള്ള വാക്ക് ഒരു അൺകൗണ്ടബിൾ നോൺ ആയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണി എന്നുള്ള വാക്ക് സിംഗുലർ വേർബിനെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഉദാഹരണം നോക്കാം. മണി ആർ നത്തിങ്.
പണമൊന്നുമല്ല. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആർ ഉപയോഗിക്കാൻ പാടില്ല. മണി ഈസ് നത്തിങ്. ഓക്കെ. അതുപോലെ തന്നെ words such as scissor, plants, trousers and pajamas are plural, so they take plural verbs. നമുക്ക് പരിചയമുള്ള scissors, കത്രിക, pants, സാധാരണ pants, trousers and pajamas, സാധാരണ നമ്മൾ ധരിക്കാറുള്ള ഡ്രസ്സിൻ്റെ പേരാണ്, എല്ലാവർക്കും അറിയാം. ഇവ എന്തുകൊണ്ടാണ് ഇവയെ ഒരു പ്ലൂറൽ ഫോമായി ഉപയോഗിക്കാൻ കാരണം? ഇവയ്ക്കെല്ലാം ഡബിൾ പാർട്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ സിസേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് 2 നൈഫ് ഉണ്ടായിരിക്കും. 2 നൈഫുകൾ കൂടുമ്പോഴാണ് ഒരു കത്രിക ഉണ്ടാവുന്നത്. സ്പെക്ടക്കിൾസ്, കണ്ണടയ്ക്ക് 2 ഗ്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്പെക്ടക്കിൾസ് എന്നാണ് പറയുന്നത്. 2 ഒബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവയെ നമുക്ക് പ്ലൂറലായാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഉദാഹരണം നോക്കാം. The scissors is on the table. ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. The scissors are on the table. ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ് നമുക്ക് ബിസിനസ് ഇമെയിൽ റൈറ്റിങ്ങിനെ കുറിച്ച് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. See you, bye.